വേങ്ങര ജയിക്കണം, ജനം ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസം സബാഹ് പങ്കുവെച്ച ഒരു ചിത്രമാണ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടത്. സബാഹ് വോട്ട് ചെയ്ത് മഷി പുരട്ടിയ വിരൽ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്ന ആ ചിത്രമാണ് നിങ്ങൾ കണ്ടത്. സബാഹ് അതിന് ക്യാപ്ഷനായിട്ട് കൊടുത്തത് വേങ്ങര ജയിക്കണം, ജനം ജയിക്കട്ടെ. സബാഹിനോട് പറയാനുള്ളത് വേങ്ങര ജയിക്കും, വേങ്ങരയിലെ ജനവും ജയിക്കും, വേങ്ങര ജയിക്കും, വേങ്ങരയിലെ ജനവും ജയിക്കും. ആ ജയം മുസ്ലിം ലീഗിൻ്റെ തോളിൽ കയറിക്കൊണ്ടായിരിക്കുമെന്നുള്ളതാ. മുസ്ലിം ലീഗിൻ്റെ ചിറകിൽ കൂടി വേങ്ങരക്കാർ ഒരു ജയം ജയിക്കാനുണ്ട് അല്ലേ? KM ഷാജിയുടെ വിജയം അത് മുസ്ലിം ലീഗിൻ്റെ വിജയം, വേങ്ങരയുടെ വിജയം, വേങ്ങരയുടെ ജനതയുടെ വിജയം അത് ഉറപ്പാ. ആ കാര്യത്തിൽ സബാഹിന് സംശയമൊന്നും വേണ്ട. എന്താണെങ്കിലും സബാഹിനും ആ ആഗ്രഹം തന്നെയാ, വേങ്ങര ജയിക്കണം, വേങ്ങരക്കാരും ജയിക്കണം. ആ വേങ്ങര ഷാജി തോറ്റാൽ, മുസ്ലിം ലീഗുകാർ തോറ്റാൽ ആ വേങ്ങര തോറ്റുപോകും, വേങ്ങരയിലെ ജനതയും തോറ്റുപോകും. അത് സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വേങ്ങര ജയിക്കും, വേങ്ങരയിലെ ജനതയും ജയിക്കും. അത് മുസ്ലിം ലീഗിൻ്റെ ചിറകിലേറിക്കൊണ്ടായിരിക്കും എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI സ്ഥാനാർത്ഥിയായിരുന്ന, വേങ്ങരയിലെ SDPI സ്ഥാനാർത്ഥിയായിരുന്ന സബാഹ് കുണ്ടുപുഴക്കൽ അല്ലേ, അത് കഴിഞ്ഞ് സബാഹ് വേങ്ങരയിൽ ഒരു സബാഹ് സ്ക്വയർ തുടങ്ങുന്നു. പിന്നീട് അങ്ങോട്ട് സബാഹ് വലിയ സന്നദ്ധ പ്രവർത്തകനാണ്, വലിയ പൊതുപ്രവർത്തകനായി മാറുന്നു. സബാഹിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, സബാഹിന് മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 5 വർഷക്കാലം സബാഹിന് ആകെ ഉണ്ടായിരുന്നത് ചില സന്നദ്ധ പ്രവർത്തനങ്ങളാണ്. സബാഹിന് വളരെ കൃത്യമായ പ്ലാനോട് കൂടിയാണ് ഈ 5 വർഷക്കാലം സബാഹ് വേങ്ങരയിൽ പ്രവർത്തിച്ചത്. കാരണം സബാഹ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് സബാഹ് വേങ്ങരയിൽ ഇറങ്ങി പ്രവർത്തിച്ചത്. പക്ഷേ ആ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ സബാഹ് സ്വതന്ത്രനായിരുന്നു, സബാഹ് രാഷ്ട്രീയക്കാരനായിരുന്നില്ല, സബാഹ് കക്ഷി രാഷ്ട്രീയമുള്ളവനായിരുന്നില്ല, സബാഹ് ഏതെങ്കിലും പാർട്ടിക്കാരനായിരുന്നില്ല, ഒന്നുമായിരുന്നില്ല. മറിച്ച് സബാഹ് വേങ്ങരയിലെ ഒരു കച്ചവടക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ, ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു സന്നദ്ധ പ്രവർത്തകൻ, ഒരു ചാരിറ്റി പ്രവർത്തകൻ എന്നൊക്കെ രീതിയിൽ, രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയമില്ല, പാർട്ടിയില്ല, പാർട്ടി പ്രവർത്തനങ്ങളില്ല, ഒരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല സബാഹിന്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ സബാഹ് സ്ഥാനാർത്ഥിയായി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, അതും SDPI പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായി, വെൽഫെയർ പാർട്ടി LDFിൻ്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായി. അങ്ങനെ സബാഹ് തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനായി. കഴിഞ്ഞു പോയ 5 വർഷം സബാഹിന് യാതൊരുവിധ രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതെ, ഒരു പ്രത്യേക തരം ഒരു ജനുസിൽ പെടുന്ന കൂട്ടരാണ്. എന്താണ്, ഒരു ഘട്ടത്തിൽ ഒരു സമൂഹം, ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ ഒരു പ്രദേശത്ത് ഇറങ്ങി പ്രവർത്തിക്കുക. ആ പ്രവർത്തന കാലയളവിലൊന്നും ഒരു രാഷ്ട്രീയവുമില്ല, കക്ഷി രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ പ്രവർത്തനങ്ങളില്ല, ഒന്നും തന്നെയില്ല. എന്നിട്ട് ചില ബന്ധങ്ങളും ചില സ്വാധീനങ്ങളുമൊക്കെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാവുക, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുക. ഇത് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മലപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മലപ്പുറത്ത് ലീഗിനെതിരെയും UDFിനെതിരെയും മത്സരിക്കുന്നത് അത്രയും സ്വതന്ത്രരാണ്. ആ സ്വതന്ത്രര് LDF പിന്തുണയുള്ളവരാണ്. അതാണ് മലപ്പുറത്തിൻ്റെ മാത്രം ഒരു സവിശേഷത. കേരളത്തിലെ ബാക്കിയുള്ള 13 ജില്ലകളിലും കാണാൻ കഴിയാത്ത ഒരു സവിശേഷത. മലപ്പുറത്ത് മത്സരിക്കാൻ അരിവാൾ ചുറ്റിക നക്ഷത്രമില്ല. മലപ്പുറത്ത് മത്സരിക്കാനുള്ളത് കത്രികയാണ്, ആനയാണ്, ചേനയാണ്, ഗ്ലാസ്സാണ്, ഗ്യാസും കുറ്റിയാണ്, അങ്ങനെ പലതുമാണ്. കേരളം ഭരിച്ച കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച പാർട്ടിക്ക് മലപ്പുറം ജില്ലയിൽ മത്സരിക്കാൻ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ അടയാളത്തിൽ മത്സരിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി പോലുമില്ല. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കുറേ ബിസിനസ്സുകാർ, കുറേ കച്ചവടക്കാർ, കുറേ പണച്ചാക്കുകൾ, അവരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഈ പറയുന്ന രാഷ്ട്രീയ മര്യാദകളെ എല്ലാം കാറ്റിൽ പറത്തിയിട്ട് ഒരു കക്ഷി രാഷ്ട്രീയ ഭേദം അപ്പുറത്തേക്കുള്ള ഒരു പ്രവണത കൊണ്ടുവരിക. അത് മറ്റൊന്നും കൊണ്ടല്ല,
അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചാൽ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടില്ല എന്നുള്ള തിരിച്ചറിവും ബോധ്യവുമാണ്. ആ ബോധ്യമാണ് മലപ്പുറത്തെത്തുമ്പോൾ, മലപ്പുറത്തെ വിവിധ മണ്ഡലങ്ങളിലെത്തുമ്പോൾ കത്രികയും ഗ്യാസ് കുറ്റിയും ഗ്ലാസും ഒക്കെ ആയി മാറുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്. സബാഹ് കഴിഞ്ഞ 5 വർഷം വേങ്ങരയിൽ ഇടപെട്ട രീതി നിങ്ങളൊന്ന് നോക്കണം. സബാഹ് ഏതെങ്കിലും രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. സബാഹ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താണ്? സബാഹ് വളരെ കൃത്യമായിട്ട്, സബാഹിന് ആരോ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതുപോലെ വളരെ കൃത്യമായിട്ട് മലപ്പുറത്തിൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് ആദ്യം തന്നെ സബാഹ് ചെയ്തത് ഒരു സബാഹ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും ഫുട്ബോൾ കളികളും ഫുട്ബോൾ മാച്ചുകളും സംഘടിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് അതിൽ ആളായി, അതിൻ്റെ എല്ലാമായി ആ 4 ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫുട്ബോൾ മാച്ചാണെങ്കിലും ശരി, ഇനി അതല്ല ഗാനമേളയാണെങ്കിലും ശരി, അവിടെ ജനം ഒഴുകിയെത്തും. അവിടെ ജനം ഒഴുകിയെത്തുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കാറില്ല, അവിടെ കക്ഷി രാഷ്ട്രീയം നോക്കാറില്ല, അവിടെ പാർട്ടി നോക്കാറില്ല, മറിച്ച് എല്ലാവരും ഒഴുകിയെത്തും. അങ്ങനെ ഒരു ഫുട്ബോൾ കേന്ദ്രീകൃത, ഫുട്ബോളിനെ ജീവനോളം തുല്യം സ്നേഹിക്കുന്ന ഒരു നാട്ടിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ജനങ്ങളുടെ ഇടയിൽ ആളായ വ്യക്തിയാണ് ഈ പറയുന്ന സബാഹ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മലപ്പുറത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് പ്രത്യേകത? ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും കഴിഞ്ഞല്ലോ. മലപ്പുറത്ത് അത് തീർന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ പല പാർട്ടികളിലും പ്രവർത്തിച്ച ആളുകൾ, പരസ്പരം എതിർചേരിയിൽ നിന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അവരതൊക്കെ മറന്നു. അവർ തോളോട് തേൾ ചേർന്ന് വളരെ സൗഹാർദ്ദപരമായുള്ള ഒരു മുന്നോട്ട് പോക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ LDFന്റെ CPMന്റെ കോട്ടയെന്ന് അവർ പറയുന്ന, അവകാശപ്പെടുന്ന കണ്ണൂരിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ഓഫീസ് ആക്രമിക്കപ്പെടുന്നു, മയ്യിലെ ലീഗിൻ്റെ ഓഫീസ് ആക്രമിക്കപ്പെടുന്നു, കണ്ണൂരിലെ CPM വിമത സ്ഥാനാർത്ഥിയായിരുന്ന വി കുഞ്ഞികൃഷ്ണനെയും കുഞ്ഞികൃഷ്ണൻ്റെ കൃഷിയിടവും കുഞ്ഞികൃഷ്ണൻ്റെ സഹായികളും കുഞ്ഞികൃഷ്ണൻ്റെ ഒപ്പമുണ്ടായ ആളുകളുടെ വീടും അവരുടെ കാറുകളും കത്തിക്കുന്നു, ആക്രമിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, രാഷ്ട്രീയം തീർന്നു. എന്നാൽ അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് രാഷ്ട്രീയം തുടങ്ങുന്നത്. എന്നാൽ ഈ പറയുന്ന സബാഹിന് കഴിഞ്ഞ 5 വർഷക്കാലം രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലം പാർട്ടി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ CPM വളരെ കൃത്യമായി ഒരു കുതന്ത്രമാണ് മലപ്പുറത്ത് പാറ്റിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ നാട്ടിൽ പ്രമുഖരായിട്ടുള്ള പണമുള്ള പൈസ കയ്യിലുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കി, അവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി. അതും എന്നാൽ പിന്നെ ഇവർക്ക് ഇത്തരം ആളുകളെ തെരഞ്ഞു പിടിച്ച് അവർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒരു പാർട്ടി മെമ്പർഷിപ്പൊക്കെ കൊടുത്ത് ആ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചൂടെ? എന്താ അത് ചെയ്യാത്തത്? അത് ചെയ്യില്ല. കാരണം മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം, ഇവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചാൽ കെട്ടിവച്ച കാശ് പോലും തിരിച്ച് കിട്ടുന്ന വോട്ടുകൾ ലഭിക്കില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ് അവർ. ഇത്തരക്കാർക്ക് ഒരു പാർട്ടി മെമ്പർഷിപ്പും ഇല്ല. ഇപ്പം നിങ്ങൾ നോക്കൂ, KT ജലീൽ എത്ര തവണയായി തവനൂരിൽ മത്സരിക്കുന്നു, MLA ആവുന്നു. ഇന്ന് ഈ നിമിഷം വരെ KT ജലീൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. KT ജലീൽ ഇപ്പോഴും സ്വതന്ത്രനാ. വി അബ്ദുറഹ്മാൻ ഇപ്പോഴും സ്വതന്ത്രനാ, അല്ലേ? അപ്പോൾ ഈ പറയുന്ന ആളുകൾ അവർക്ക് എന്താ വേണ്ടത്? ലീഗിനെ വെല്ലുവിളിക്കാൻ ആളുകൾ വേണം, ലീഗിനെ എതിരിടാൻ ആളുകൾ വേണം. ആ ആളുകൾ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാവുമോ? അതിന് തയ്യാറാവുകയുമില്ല. മനസ്സിലാവുന്നില്ലേ? അപ്പം ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പം ഈ സബാഹ് ഇങ്ങനെ ഒരു കുറിപ്പ്, വേങ്ങര ജയിക്കണം, വേങ്ങരയിലെ ജനവും ജയിക്കണം. വേങ്ങര ജയിക്കും സബാഹെ, വേങ്ങരയിലെ ജനവും ജയിക്കും, വേങ്ങരക്കാരും ജയിക്കും. പക്ഷേ അത് സബാഹിൻ്റെ ചിറകിലേറിയായിരിക്കില്ല, മറിച്ച്
മുസ്ലിം ലീഗിൻ്റെ KM ഷാജിയുടെ ചിറകിലേറി വേങ്ങര ജയിക്കും. ആ കാര്യത്തിൽ സബാഹിനൊരു തർക്കവും വേണ്ട. സബാഹിന് പറ്റുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ലാവും. ഈ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് CPMൻ്റെ മെമ്പർഷിപ്പൊക്കെ ഒന്ന് എടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതേ വേങ്ങരയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലൊന്നും മത്സരിക്കുന്നേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായി. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയാകൂ. CPMൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാകൂ, അല്ലാതെ സ്വതന്ത്രനല്ല. LDF പിന്തുണയുള്ള സ്വതന്ത്രനല്ല, മറിച്ച് CPMൻ്റെ മെമ്പർഷിപ്പുള്ള അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള ശ്രമം ഇനിയെങ്കിലും നടത്തൂ. എന്നിട്ട് ഇനി വരുന്ന 5 കൊല്ലം വേങ്ങരയിൽ കൃത്യമായി കക്ഷി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ വേങ്ങരയിൽ പ്രവർത്തിക്കുക. സൗകര്യപ്പെടുമോ സബാഹിന്? സൗകര്യപ്പെടില്ല എന്നുള്ളതാ. കാരണം സബാഹിന് തന്നെ തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവുകൾ തന്നെയാണ് സബാഹിന് ഇപ്പോഴും ഈ രാഷ്ട്രീയത്തിനപ്പുറം ഒരു ബിസിനസ്സുകാരൻ എന്ന ലേബലിൽ തന്നെ തുടരാൻ സബാഹിനെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത്.